ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആന്ധ്ര സ്റ്റൈലിലുള്ളൊരു മുളക് ബജി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ മുളക് ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മുളക് എടുത്തിട്ടുണ്ട്. ഈ മുളക് ഓരോന്നും നമുക്ക് ഇതുപോലെ നടുവിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൻ്റെ അല്ലി മാറ്റിക്കളഞ്ഞാലും മാറ്റിയില്ല എന്നുണ്ടെങ്കിലും നമുക്കിതൊന്ന് നടുവിൽ കട്ട് ചെയ്തിട്ട് വേണം ബജി ഒന്ന് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 എണ്ണത്തിൽ അല്ലി മാറ്റിക്കളയാതെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 എണ്ണം ഇതിനുള്ളിലുള്ള അല്ലിയൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞതിന് ശേഷമാണ് മുളക് ബജി തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അല്ലി മാറ്റിക്കളഞ്ഞതിന് ശേഷം എടുക്കുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് അവർക്ക് വലുതായിട്ട് എരിവ് അനുഭവപ്പെടാതെ ഇരിക്കും. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ അല്ലി ഒന്ന് മാറ്റിയെടുക്കുന്നത്. ഇപ്പം ഞാൻ മുളകിൻ്റെ അല്ലിയൊക്കെ ഒന്ന് മാറ്റി എല്ലാ മുളകും ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുളക് ബജിക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ കടലമാവ് എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് അളവിൽ അരിപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും ഒരു നുള്ള് സോഡാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള പരുവത്തിലൊന്ന് കലക്കി എടുക്കാം. ബജിക്കുള്ള മാവ് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ മുളകിൽ മാവ് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാൽ മുളകിൽ മുഴുവനായിട്ട് മാവ് നിറഞ്ഞതുപോലെ ഇരിക്കും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിരിക്കും. നമ്മുടെ മാവിൻ്റെ പരുവം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൂണ് ഒന്ന് മാവിൽ മുക്കിയതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ മാവ് കുറച്ച് ഭാഗത്തെ മാവൊന്ന് നീക്കിക്കഴിഞ്ഞാൽ സ്പൂണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം. ഈ ഒരു രീതിക്ക് ആയിക്കഴിഞ്ഞാൽ മാവ് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലായെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ബജി തയ്യാറാക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാവൊന്ന് ഒരു ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബജി ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മുളക് ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ ഈ ഗ്ലാസ്സിൽ നിറച്ച് വെച്ചിട്ടുള്ള മാവിലേക്കൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കണം. 2 സൈഡും നല്ലതുപോലെ മാവൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബജി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബജി ഒന്ന് റെഡിയാക്കി ഒന്നും മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ 4 ബജി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മുളക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് 2ആയിട്ട് കട്ടായി പോകാൻ പാടില്ല. ഈ ഒരു രീതിക്ക് വേണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും ഒരല്പം മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള സവാള നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബജിയുടെ ഉള്ളിലായിട്ട് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ മുളക് ബജി കഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എത്ര കഴിക്കാത്ത കുട്ടികളായാലും വലിയവരായാലും മുളക് ബജി കഴിച്ചു പോകും. അപ്പോൾ എന്തായാലും ഇനി മുളക് ബജി തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.